ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ ജനാർദ്ദനൻ മൂക്കുതല. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു മസാല ദോശയുടെ റെസിപ്പി ആയിട്ടാണ്. നമ്മൾ പലരും ഒരു മസാല ദോശ കഴിക്കണം എന്നുണ്ടെങ്കിൽ ഹോട്ടലിലേക്ക് യാത്രയാവും. വീടുകളിൽ മസാല ദോശ ഉണ്ടാക്കുന്നത് പതിവില്ല, വളരെ കുറവായിട്ടാണ് അത് നമ്മൾ വീടുകളിൽ ഉണ്ടാക്കാറ്. അപ്പൊ നമുക്ക് വളരെ ഈസി ആയിട്ട് ഒരു മസാല ദോശ കഴിക്കണം എന്നുണ്ടെങ്കിൽ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പൊ അതിന്റെ മസാലയുടെ റെസിപ്പിയാണ് ഞാൻ മെയിനായിട്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിന്റെ മസാല വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാം. നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ അത് മനസ്സിലാവും. ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. നിങ്ങളുടെ ലൈക്കും കമന്റും കിട്ടുമ്പോഴാണ് എനിക്ക് റീച്ച് കിട്ടുക എൻ്റെ ചാനലിന്. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് ഇതിന്റെ റെസിപ്പി കണ്ട് മടങ്ങി വരാട്ടോ. അപ്പോൾ മസാല ഉണ്ടാക്കാൻ തുടങ്ങുന്നത് നമുക്ക് അതിനായിട്ട് ഒരു 5 ചെറിയ ഉരുളക്കിഴങ്ങ്, 6 ഉരുളക്കിഴങ്ങ് ഞാനിവിടെ കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട്. നല്ല കഴുകി വൃത്തിയാക്കിയിട്ട് വേണം കുക്കറിലേക്ക് ഇടാൻ. ഇത് വേവാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് 2 വിസിൽ വരുന്നത് വരെ അത് വേവിച്ചെടുക്കുക. അതിനുശേഷം അത് തൊലി കളഞ്ഞിട്ട് ഇതുപോലെ വെക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതേപോലെ ഈ ഇടത്ത് ഭാഗത്ത് കാണുന്ന പോലെ പൊടിച്ച് ഇടാം. അതല്ല, നിങ്ങൾക്ക് ഇതേപോലെ വെക്കണം വെച്ചാൽ അങ്ങനെ വെച്ച്. അപ്പൊ അതവിടെ തയ്യാറായിട്ടിരുന്നു. പിന്നെ 2 ചെറിയ സവാള, ചെറിയതല്ല ഒരു മീഡിയം സൈസ് സവാള സ്ലൈസ് ആയിട്ട് അരിഞ്ഞത്, ഒരു കഷ്ണം ഇഞ്ചി ചതച്ചത്, 4 പച്ചമുളക് കേട്ടോ, ചെറിയ പച്ചമുളകാണ്, അതവിടെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. പാനിലേക്ക് ഞാനൊരു 2.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. ആദ്യമായിട്ട് ഇതിലേക്ക് ഇടാൻ പോകുന്നത് ചെറിയ ജീരകമാണ്. ഒരു 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, അതുകൂടാതെ ഒരു ടീസ്പൂൺ കടുക് ഇട്ടിട്ടുണ്ട്. പിന്നെ അത് പൊട്ടി തുടങ്ങിയാൽ ഇതിലേക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ അരിഞ്ഞ വെച്ച സവാള ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് ചെറുതായിട്ടൊന്ന് വാടി വരുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. ഒന്ന് വാടി വന്നാൽ മതി, ഒരുപാട് കളറൊന്നും വേണ്ട. ചെറിയ തീയിലിട്ട് വഴറ്റാൻ ശ്രമിക്കുക. പിന്നെ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇതിനോടൊപ്പം ഇട്ട് കൊടുക്കാം. ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. ഉപ്പൊക്കെ ആദ്യം തന്നെ ഇട്ട് കഴിഞ്ഞാലാണ് നമുക്ക് അതിൽ കറക്റ്റായിട്ട് പിടിക്കുള്ളൂ. കാരണം ഉരുളക്കിഴങ്ങെല്ലാം വേവിച്ചിട്ട് ഉടച്ചിട്ടാൽ പിന്നെ ഉപ്പ് പിടിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആദ്യമേ ഉപ്പ് കറക്റ്റാക്കി ഇടുക. ഇതിലേക്ക് ഇഞ്ചി പച്ചമുളക് കൂടി ഇതിലേക്ക് ചേർത്തിട്ട് നമുക്ക് വഴറ്റാട്ടോ. വഴറ്റിക്കൊണ്ടേയിരിക്കാം. ഒരു മീഡിയം ബ്രൗൺ കളർ ആവുന്നത് വരെ നമുക്ക് വഴറ്റാം. അധികം ആവണ്ട, ഒന്ന് വാടി വന്നാലുള്ള ഒരു കളറില്ല, അത്രയും മതി നമുക്ക്. അത് ഏകദേശം അതിന്റെ കളറായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇതിൽ വേറെ ഒന്നും ചേർക്കാനില്ല കേട്ടോ. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നല്ല രീതിയിൽ ഒന്നുകൂടെ വഴറ്റിയെടുക്കുക. ഈ മഞ്ഞൾപ്പൊടിയുടെ പച്ചമണം പോകുന്നതിന് ഏകദേശം 1 മിനിറ്റോളം ഒന്ന് ചെറിയ തീയിൽ വീണ്ടും വഴറ്റിയെടുത്താൽ നന്നായിരിക്കും. ഈ സമയത്ത് നിങ്ങൾക്കിതിൽ മല്ലിയില ഇട്ട് കൊടുക്കട്ടെ. ഞാൻ മല്ലിയില വാങ്ങിച്ചത് കഴിഞ്ഞു, അതുകൊണ്ട് മല്ലിയില ഇട്ട് കൊടുക്കുന്നില്ല. ഇതിൽ കുറച്ച് ചൂടുവെള്ളം, ഒരു ടേബിൾ സ്പൂൺ ചൂടുവെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് ഒന്നുകൂടെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ച ഉരുളക്കിഴങ്ങ് പൊടിയായിട്ട് ഇങ്ങനെ കൈകൊണ്ട് ഇട്ട് കൊടുക്കാം. അതുകൊണ്ടാണ് ഞാൻ ആദ്യം നിങ്ങൾക്ക് കാണിച്ചു തന്നത്. ആദ്യമേ പൊടിച്ചു വെച്ചാലും കുഴപ്പമില്ല. ഞാനിതിങ്ങനെ ഓരോന്നോരോന്നായിട്ട് പൊടിച്ചു കൊടുക്കുകയാണ്. പൊടിച്ചിട്ട് അങ്ങനെ നമുക്കിതിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. നല്ല രീതിയിൽ ഇളക്കി യോജിപ്പിക്കണം. അതുകൊണ്ടാണ് ഉപ്പെല്ലാം നമ്മൾ ഏകദേശം ഒരു കണക്ക് വെച്ചിട്ട് ആദ്യമേ ഇടണം. വളരെ കുറവാണെങ്കിൽ മാത്രം പിന്നെ രണ്ടാമത് ഇട്ട് കൊടുക്കുക. അത് ഇട്ട് കൊടുത്താലും നല്ല രീതിയിൽ ഇളക്കിക്കൊണ്ടിരിക്കേണ്ടി വരും. അത് നമ്മൾ നല്ല രീതിയിൽ നമ്മുടെ മസാല മിക്സ് ചെയ്തു. ഒരു 1/2 ടേബിൾ സ്പൂൺ കൂടെ ചുടുവെള്ളം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കും. എങ്കിൽ നമ്മുടെ മസാല ദോശയ്ക്കുള്ള മസാല ഇവിടെ റെഡിയായി എന്ന് പറയാം. ഇതിലേക്ക് കറിവേപ്പില, ഈ സമയത്ത് നമുക്ക് മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയില ഇട്ട് കൊടുക്കാം. മല്ലിയില എൻ്റെ കയ്യിലില്ല. തീർച്ചയായിട്ടും മല്ലിയില ഇതിലേക്ക് നിർബന്ധമാണ് കേട്ടോ. ഇല്ലാത്ത കാരണം ഞാൻ ഇടുന്നില്ല, അത് മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. സൂപ്പർ മസാലയാണിത്. ഇത് നമുക്ക് അവിടെ മാറ്റി വെക്കാം. ഒരു ബൗളിലേക്ക് സെർവ് ചെയ്തിട്ട് അവിടെ മാറ്റി വെക്കാം.
ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചട്നി വേണം, പിന്നെ 2 തരം ചട്നി വേണം. സാമ്പാർ വേണമെങ്കിൽ അതും ആവട്ടോ. അപ്പൊ ഞാൻ ഇന്ന് സാമ്പാർ ഉണ്ടാക്കിയിട്ടില്ല. എൻ്റെ വൈഫിന്റെ വകയാണ് ചട്നി. 2 തരം ചട്നി ഉണ്ട്, അത് എൻ്റെ വൈഫിന്റെ വകയാണ്. അപ്പൊ അതുകൂടെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഇവിടെ ആദ്യമായിട്ട് വറവിടാൻ പോകുന്നത് തേങ്ങ ചട്നിയാണ് കേട്ടോ. തേങ്ങ ചട്നി ഇവിടെ വറവിടുകയാണ്. അതിലേക്ക് കടുക്, കറിവേപ്പില, വറ്റൽമുളകെല്ലാം ഇട്ടിട്ടുണ്ട്. അപ്പൊ അതവിടെ റെഡിയായി. തേങ്ങ ചട്നി അവിടെ റെഡിയായി. ഇതവിടെ മാറ്റി വെച്ചു. ഇനി വേറെ ഒരു സ്പെഷ്യൽ ചട്നി ഉണ്ടാക്കുന്നുണ്ട്. അതിലേക്ക് ഒരു 5-8 ചെറിയ ഉള്ളി നേരിട്ടിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു സവാളയുടെ കുറച്ച് കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ വറ്റൽമുളക് ഒരു 5-6 വറ്റൽമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കഷ്ണങ്ങളാക്കിയിട്ട്. 5-6 ഉണ്ടാക്കി, ഒരു 4 ഉണ്ടായിരിക്കും. 4 വറ്റൽമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 2ആക്കി മുറിച്ചതാണത്. അപ്പോൾ 4 വറ്റൽമുളക് കണക്കൂട്ടാം നമുക്ക്. പിന്നെ ഉപ്പ്, ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുത്തു. ഒരു ചെറിയ കഷ്ണം പുളിങ്ങ അതിലിട്ട് കൊടുത്തിട്ടുണ്ട്, പുളി. പിന്നെ ഒരു 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എരിവുള്ള മുളക് പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. 1 ടീസ്പൂണില്ല, ഒരു 1/2 ടീസ്പൂണൊക്കെ ഉണ്ടായിരിക്കുള്ളൂ കേട്ടോ. നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുത്തു. ഇനി ഇത് ചൂടാറിയതിന് ശേഷം നമുക്ക് മിക്സി ജാറിൽ അരച്ചെടുത്താൽ സുന്ദരമായിട്ടുള്ള ഒരു തമിഴ്നാട് മോഡൽ ചട്നിയായി. ഇനി ഇത് അരച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇതൊക്കെ വളരെ എളുപ്പം ചെയ്യാവുന്നതാണ് കേട്ടോ, ഒരുപാട് സമയമൊന്നും എടുക്കില്ല ഇത്. അപ്പൊ ചട്നി ഇവിടെ അരച്ചു വരുന്നുണ്ട്. അത് റെഡിയായി. ഈ ചട്നി റെഡിയായി. ഈ ചട്നി തമിഴ്നാട്ടിലൊക്കെയാണ് അധികം ഉണ്ടായിരിക്കുക. ഇതിൽ വേണമെങ്കിൽ കടലപ്പരിപ്പൊക്കെ മൂപ്പിച്ചിടാം കേട്ടോ. പക്ഷെ ഇത് നമ്മൾ അതൊന്നും ഇട്ടിട്ടില്ല. അപ്പോൾ മസാല ദോശ അല്ലെങ്കിൽ 2 തരം ചട്നി ഇവിടെ റെഡിയായി. ഇനി അടുത്തതായിട്ട് ദോശ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് പരിശോധിക്കാം. സാധാരണ ദോശ നമ്മൾ ഉണ്ടാക്കുമ്പോൾ അതേ ദോശയാണ്. മസാല ദോശയ്ക്ക് പ്രത്യേകമായിട്ട് സ്പെഷ്യലായിട്ടുള്ള മാവൊന്നുമില്ല. പക്ഷെ ഇതും അതേ ടേസ്റ്റിൽ നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ആദ്യത്തെ ഒരു ദോശ പരത്തി, 2 ദോശയാണ് എൻ്റെ ടാർഗറ്റ്. എനിക്ക് 2 മസാല ദോശയാണ് വീട്ടിലാകുമ്പോൾ ഞാൻ കഴിക്കുക. ഹോട്ടലിൽ പോയാൽ ഒരു മസാല ദോശ തന്നെ ധാരാളമായിരിക്കും. അത് വലിയ ദോശയായിരിക്കും. ഇത് അത്ര വലുപ്പമില്ലാത്തത് കൊണ്ട് നമുക്ക് 2 വേണ്ടി വരും. ഇപ്പൊ 2 മസാല ദോശ എനിക്ക് വേണ്ടി ഇവിടെ ഉണ്ടാക്കുന്നുണ്ട്. അതിന്റെ ഭാഗം കൂടി കണ്ടിട്ട് പോവാം നമുക്ക്. മസാല ഫില്ല് ചെയ്തു. ഇത് ഇങ്ങോട്ട് സൈഡിൽ നിൽക്കി അങ്ങോട്ടും ഇങ്ങോട്ടും മടക്കി ഇനി ഒന്ന് പ്രസ് ചെയ്തിട്ട് നമ്മുടെ പ്ലേറ്റിലേക്ക് അങ്ങോട്ട് ഇട്ട് തരും. അടുത്ത ദോശയ്ക്ക് വേണ്ടിയിട്ട് മാവ് ഒഴിച്ചിട്ടുണ്ട്. ഇതിലേക്കും സ്വല്പം മസാല ചേർത്തിട്ട് ഇതേപോലെ തന്നെ ഉണ്ടാക്കിയെടുത്തിട്ട് എൻ്റെ പ്ലേറ്റിലേക്ക് ഇട്ട് തരും. നിങ്ങൾക്ക് ഈ മസാല ഇവിടെ കണ്ടാൽ മനസ്സിലാവും, നല്ല അടിപൊളിയായിട്ടുള്ള മസാലയാണ്. നമ്മുടെ ഹോട്ടലിനെക്കാട്ടി രുചിയായിരിക്കും ഈ മസാല ദോശ കേട്ടോ. ഹോട്ടലിലാണ് മസാല ദോശ രുചി എന്ന് നമ്മൾ വെറുതെ പറയുന്നതാണ്. നമുക്ക് നല്ല രീതിയിൽ ഉണ്ടാക്കാൻ അറിയുമെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന ദോശയുടെ അടുത്ത് എത്തില്ല ഹോട്ടലിൽ പോയിട്ടുള്ള ദോശ, ഹോട്ടലിൽ നിന്ന് കഴിക്കുന്ന ദോശ. അപ്പൊ അതിവിടെ റെഡി ആയിട്ടുണ്ട്. 2 ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കാണാം, അടിപൊളി ദോശയാണ് ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. അതും ഇങ്ങോട്ട് മാറ്റി വെച്ചു. ഇതിലേക്ക് ആവശ്യമുള്ള ചട്നി, 2 തരം ചട്നിയാണ്. അതുകൂടെ ഒഴിച്ചാൽ സുഖമായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് അങ്ങോട്ട് കഴിക്കാം. സുന്ദരമായിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ നിങ്ങൾക്ക് ഞാൻ ഇവിടെ പരിചയപ്പെടുത്തിയത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രമിക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ എല്ലാം ചെയ്യണം. ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ആ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് പോകാൻ മറക്കരുത് കേട്ടോ. അപ്പൊ അടുത്ത ഒരു വീഡിയോ ആയി വരുന്നവരേക്കും നന്ദി, നമസ്കാരം. ഞാൻ ജനാർദ്ദനൻ മൂക്കുതല. ബായ്.